ആഴം കുറവാണെങ്കിലും അത്യാവശ്യം വെള്ളമൊക്കെ കൊള്ളൂര്. നീന്താനൊക്കെ പറ്റും. അതെ, ഒരു 1/4 സെന്റ് കുളം കറക്റ്റായി. കണ്ടോ സുഹൃത്തുക്കളെ, നമ്മൾ വീഗാലാൻഡിലല്ലേ എത്തിയേക്കുന്നത്. അതായത് കാരാപ്പുഴയാണ്. ടയറൊക്കെ അതെ, ഇരുന്ന് കാരാപ്പുഴയിലേക്ക് നിരങ്ങി വരുന്ന സ്വന്തം കുളമാണിത്. ഈ കുളത്തിൽ എത്തുമ്പോൾ എല്ലാവരും വണ്ടി സ്ലോ ആക്കണം. ഇതിനകത്തൊരു വണ്ടീന്റെ ടയറാണോ കിണ്ടീന്റെ ടയറാണോ ഇറങ്ങുക എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഓവുചാല ഇത് നടുക്ക് കൂടെ പോയേക്കുന്നത്. ഒരു പാർക്കിംഗ് ഏരിയ ആണ്. നടുക്കൂടെ ഓവുചാല തോടാണ് പോയേക്കുന്നത്. അത്രയും കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്ന ബസ്സും കാറും തുടങ്ങിയ സകലമാന വണ്ടികളും പാർക്ക് ചെയ്യേണ്ട ഏരിയ ആണ്. ഇതെന്താണത്? ഇതുണ്ടോ, ഇതെന്താ മലവെള്ളപ്പാച്ചിലുണ്ടായ റോഡ് പോലത്തെ തോട്. അതെ, മലവെള്ളപ്പാച്ചിലുണ്ടായ റോഡാണിത് കേട്ടോ. കണ്ടോ, ഇതാണ് ഇവിടുത്തെ നല്ല കിഡിലൻ പാർക്കിംഗ്. എങ്ങനെയുണ്ട്? നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരില്ല. ശരിക്കും അവിടെ മുതലുള്ള റോഡും ശരിയാക്കി ഈ സ്ഥലമൊക്കെ ഇന്റർലോക്ക് ചെയ്ത് വൃത്തിയാക്കി ഒരു 20 രൂപ ഫീസ് വെച്ച് കഴിഞ്ഞാലും ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പൈസ ഇവിടെ വരുന്നുണ്ട്, എത്ര ഫണ്ട് ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെ ആരെണ്ണാക്കിലേക്ക് ഇതിലേക്ക് ഒരു വണ്ടി കടന്നു പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് കുടുങ്ങി കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഇത് ശരിക്കും പാർക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുകയാണോ അതോ പൊതുജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാർക്കിംഗ് ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയ എന്നുള്ളതാണ് നമ്മുടെ സംശയം.